മലപ്പുറം കാളികാവിലെ കടുവാ ദൗത്യത്തിനായി കുങ്കിയാനയെ എത്തിച്ചിട്ടുണ്ട്. കുഞ്ചു എന്ന കുങ്കിയാനയാണ് എത്തിച്ചിരിക്കുന്നത്. നാളെ ഒരു കുങ്കിയാന കൂടി മേഖലയിലേക്ക് എത്താൻ പോകുന്നു. ആ ദൗത്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നു. തുടർ നടപടികളും ആ ദൗത്യത്തിന്റെ ആക്ഷൻ പ്ലാനും വനംവകുപ്പ് വിശദീകരിക്കുന്നത് എങ്ങനെ? വിപിൻ. രജിത്ത്, ഗഫൂറിന്റെ ജീവൻ കവർന്ന കടുവയെ എത്രയും വേഗം പിടികൂടുക എന്നുള്ള വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ മുന്നിലുള്ളത്. അതിനായി ആദ്യ കുങ്കിയാനയെ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. കുഞ്ചു എന്നുള്ള പേരുള്ള വയനാട്ടിൽ നിന്നുള്ള കുങ്കിയാനയാണ് ഇപ്പോൾ കാളികാവിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പാറശ്ശേരിയിലുള്ള സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് ആദ്യ ആനയെ എത്തിച്ചിരിക്കുന്നത്. നാളെ പ്രമുഖ എന്നുള്ള മറ്റൊരു കുങ്കിയാനയെ കൂടി എത്തിക്കും. ഇങ്ങനെ 2 കുങ്കിയാനകളായിരിക്കും ഈ ദൗത്യത്തിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ കടുവാ ദൗത്യത്തിൽ ഇതിനു മുൻപ് പങ്കെടുത്ത പരിചയമുള്ള ആനകളാണ് എന്നുള്ളത് ഒരു ഗുണമാകും എന്നുള്ളത് കൂടിയാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് 16 ക്യാമറകൾ വയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടെയുണ്ട്. മറ്റൊന്നുള്ളത്, അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം 25 അംഗ സംഘം എത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ആ സംഘം എത്തിയിട്ടുണ്ട്. അരുൺ സക്രയും ഒപ്പം തന്നെ ഇവിടുത്തെ സൗത്ത് DFOയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഈ ഒരു കടുവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദൗത്യം ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ രൂപരേഖ തയ്യാറാക്കുകയാണ്. അതിനുശേഷം ഇവിടേക്ക്, അതായത് ഈ കാളികാവ് ഈ പറശ്ശേരി എന്നുള്ള പ്രദേശത്തേക്ക് എത്തും എന്നുള്ളതുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോഴും കാളികാവിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്റ്റേ ചെയ്യുകയാണ്. റിജിത്ത്. ശരി, കടുവാ ദൗത്യത്തിന് കുങ്കിയാന എത്തിച്ചിട്ടുണ്ട്. നാളെ ഒരു കുങ്കിയാന കൂടി ആ ദൗത്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. എന്തായാലും നാട്ടുകാരുടെ ആശങ്ക അകറ്റുന്ന തരത്തിലുള്ള നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.